ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വെള്ളക്കടലക്കറി ഉണ്ടാക്കാം. മസാല കൂട്ട് ആദ്യം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ, റെഡിയാക്കാം. അതിനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് 1 ടീസ്പൂണ് പെരിഞ്ചീരകം, എന്നുവെച്ചാൽ വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 4 ഗ്രാമ്പൂ, 1 ടീസ്പൂണ് കുരുമുളക്, 5 ഏലക്കായ, ഒരു കഷ്ണം പട്ട. ഇത് കനം കുറഞ്ഞ പട്ട കേട്ടോ, അതുകൊണ്ട് ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു തക്കോലം. കുരു കളഞ്ഞാറാണ് തോന്നുന്നത്, ഇതിൻ്റെ ഉള്ളിലെ കുരു കളയാം. തക്കോലം ഇത്ര നമുക്കിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടാവട്ടെ. മസാല നന്നായിട്ട് ചൂടായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ പെരിഞ്ചീരൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങി. ആ സമയത്ത് നമുക്ക് ഒരു 15 ബദാം ഇട്ട് കൊടുക്കാം. ബദാമോ അല്ലെങ്കിൽ കശുവണ്ടി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 15 ബദാം എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ഉണ്ടാവും നാളികേരം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു വേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ അതൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ പോലെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തേക്കാം. ഒരുപാട് കരിയൊന്നും വേണ്ട, ഇത്രയും മതി. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സിയിൽ ചൂടാറിയിട്ട് കേട്ടോ, ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് 2 ചെറിയ സവോള ചെയ്തുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഈ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടിച്ച് മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുക്കർ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഒരു 3.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ഞാൻ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റാണ് പേസ്റ്റ്, ഞാൻ ചതച്ചെടുത്ത് നന്നായിട്ട് കേട്ടോ, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അത് മൊരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി പേസ്റ്റ് അപ്പോൾ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. അതാണ് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വിടുക. എന്നാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ എണ്ണ തെളിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കുക. ഒന്ന് അങ്ങോട്ട് വരികട്ടെ മഞ്ഞൾപ്പൊടി. നമുക്കതിൽ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ കേട്ടോ മുളക് പൊടി. എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പച്ചമുളക് മാത്രമേ. നമുക്ക് ഞാൻ ഇന്നലെ ഇട്ട് വെച്ച കടലയാണ്. ഒരു 5 മണിക്കൂറിന് കുതിർത്തണം. ഞാൻ ഇന്നലെ രാത്രി ഇട്ട് വെച്ചിട്ടുണ്ട്. 5-6 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഇതിൽ കടല നന്നായിട്ട് കഴുകി വാരി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 300 ഗ്രാം കടലയാണ് എടുത്തത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
ഉപ്പ് നോക്കുക. നമുക്ക് ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഉപ്പ് അപ്പോൾ കടല വേകുമ്പോൾ അത് പാകമായിട്ട് വരും. നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. 4 വിസിൽ. ഇനി ഗ്രേവി വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി കറക്റ്റ് ആണെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ വെള്ളം അല്പം ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. പുട്ടിനൊക്കെ ഇത് പറ്റിയ കറക്റ്റ് പാകമാണ്. ഇത്തിരി ഗ്രേവി വേണമല്ലോ പുട്ടൊക്കെ കഴിക്കുമ്പോൾ. പുട്ടിന് അപ്പത്തിന് ഒക്കെ നല്ല പറ്റിയതാണ്. ചപ്പാത്തിക്ക് നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കണം. അതിലേക്കാണ് അവിടെ ഒന്ന് റെഡിയായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ട എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക.